ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും വേണമെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അതിൻ്റെ കൂടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറുനാരങ്ങ നീര് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി 1 ടീസ്പൂൺ ആയാലും മതിയാകും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി സമയം ഉണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചിക്കൻ മുഴുവനായിട്ട് ചേർത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യല്ല, ആദ്യം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലൊരു വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എല്ലില്ലാത്ത പീസുമാണ്, പിന്നെ ചെറിയ ചെറിയ പീസുമാണല്ലോ. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊരു സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി മുറിച്ചിട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എണ്ണ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 മീഡിയം സൈസിലെ സവാള ഇതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഒരുപാട് ഇങ്ങനെ വഴറ്റി വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്തിന് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ട് അതോടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂൺ അളവിൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ പിന്നീട് എടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങ് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇനി ഇത് ഈ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് സോസുകളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ സോസും ചില്ലി സോസും കേട്ടോ. അപ്പോൾ ചില്ലി സോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കി ഇതിൽ എരിവ് എത്രത്തോളം ഉണ്ട് എന്ന് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടോ. നല്ല അടിപൊളി മസാല തന്നെയാണ്. ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. അടുത്തത് ഇനി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഇത്തിരി മല്ലിയില പൊടിയായിട്ട് മുറിച്ചെടുത്തുകൂടെ ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ടുള്ള തണുപ്പോട് കൂടിയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇതുപോലെ നല്ലൊരു ഗാർലിക് ബട്ടർ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാവ് ബണ്ണിലാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നടുഭാഗത്ത് കറക്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പോർഷനായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് സ്നാക്കായിട്ട് പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്യാനുള്ള അളവിലുണ്ടാവും. കഴിക്കാനും കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗാർലിക് ബട്ടർ എടുത്തിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും വേണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ തൂമുണ്ടല്ലോ, ഗാർലിക് സോസ് അല്ലെങ്കിൽ മയണൈസ്, അതാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണല്ലോ, ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതൊരു 1 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ആയിട്ട് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് അത്യാവശ്യം നിറച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ അളവിൽ അത്യാവശ്യം ഇതുപോലത്തെ ഒരു 3 എണ്ണത്തിൽ നിറച്ചെടുക്കാനുള്ളതാണ്. ഞാനിവിടെ 2 എണ്ണത്തിലാണ് ഇപ്പോൾ നിറയ്ക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസാണ് വേണ്ടത്. ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ എന്തായാലും വേണ്ടി വരും. ആ ഒരു നമുക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. അതിൻ്റെ മേലേക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്കായിട്ട് ഒരു ഇത്തിരി മല്ലിയില ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും. അതായത് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ ഈ ഒരു രീതിയിൽ മാറി തുടങ്ങുമ്പോൾ പുറത്തേക്ക് എടുക്കാം. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാനിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചീസ് അങ്ങ് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പ് അങ്ങ് ചൂടാക്കി എടുത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് പ്ലേറ്റിൽ നിറയെ സ്നാക്ക് വെക്കാനായിട്ടും ഉണ്ടാകും. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെറുതായതുകൊണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും എന്നത്തെ പോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്